ഞാൻ ഇപ്പടാ ഞാനേ ഒരു കോഫിയൊക്കെ വാങ്ങി ഇങ്ങനെ വരാം. ഞാൻ ഇപ്പത്തും എന്നായിക്കോട്ടെ. ഓക്കെ ബോസേ, അസ്സലാമു അലൈക്കും. എത്ര വർത്താനം? പിന്നെ കാപ്പിച്ചിന് എന്താ റേറ്റ്? ക്യാപിച്ചിനോ 15 ഉറുപ്പ്യാണ്. ഞാൻ ഒരു 13 ഉറുപ്പ്യക്ക് സാധനം തരാം. 15? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ 10 ഇത് അടിപൊളി ഗാവയാണ്. അതൊന്നും ആക്ക് വെറുതെ പറയാം. അടിപൊളിയാണ്. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു മലയാളി ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നു. ഞാൻ അന്നേരം അവിടുന്ന് 10 വാങ്ങി. ഇത്രയും മീത്തേനാണ് ഗാവ. സൂപ്പർ ഗാവയാണ്. അതൊന്നും ആക്ക് വെറുതെ പറയാണ്. വെറുതെ വാങ്ങിക്കോ. എന്നാ വേണ്ട, എന്നാ ഞാൻ അപ്പുറത്ത് വാങ്ങിക്കോണ്ട്. അടിപൊളിയാണ് സാധനം. അവിടെ 10 ഞാൻ വെറുതെ പറയണ 10 വാങ്ങി. എന്നാ ശരി, അന്നാജ് വണ്ടി വിട്ടോ. പിന്നെ എന്നാ പിന്നെ 10 ഉറുപ്പ്യക്കൊന്ന് വാങ്ങിക്കാണ്ട് കാണണം. എനിക്ക് ഇന്ന് 2 വാങ്ങും ഞാൻ. 15 റിയാല്, 13 റിയാല്. ബോസേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എത്ര കാപ്പിച്ചിനു? ക്യാപച്ചിനോക്ക് 20 റിയാലോ. 20 റിയാലോ? അപ്പുറത്ത് 12 റിയാലുള്ളല്ലോ. 12 റിയാലോ? ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ അവിടുന്ന് വാങ്ങിയാണേ. 12 റിയാലിന് തരില്ല മുത്തേ. ഇവിടെ ഒക്കെ സെയിം ഗാവയാണ്. അപ്പുറത്ത് തന്നെ വാങ്ങിയത്. അവിടെ 12 റിയാലുള്ളൂ. ഇവിടെ 20 റിയാല്. എന്നാ തരും ഒരു വലിയ കാപ്പിച്ചിനു. പഞ്ചസാര എങ്ങനെ? പഞ്ചസാര വേണോ? കുറച്ച് മതി. കുറച്ച് മതിയോ? എടുക്കാം. പിന്നെ ക്യാഷാണ്. അതൊക്കെ റേറ്റ് കൂടുതലാട്ടോ. ഇത് കുടിച്ചു നോക്കി നിങ്ങള്. അടിപൊളിയാണ് ഗാവ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ഏടാ ഇവിടെയൊക്കെ കാപ്പിച്ചിന് ഭയങ്കര റേറ്റ് ആട്ടോ. ഒരു സ്ഥലത്ത് 12, ഒരു സ്ഥലത്ത് 10. ആയിക്കോട്ടെ, ഞാൻ പൊളിച്ച അല്ല 10 രൂപ കിട്ടി. സാധനം കിട്ടി അവിടെ 10 രൂപ കിട്ടി. ഞാനിങ്ങനെ മലയാളി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അവിടെ ഒരു മലയാളി 10 രൂപ തന്നോ? 10 രൂപ കിട്ടി. കപ്പിച്ചിനെ ആണ് കാപ്പിച്ചിന് തന്നെയാണേ. എന്നൊരു കാര്യം ചെയ്യങ്ങള് ഇപ്പത്തെ അതേ സെയിമാണെന്ന് പറഞ്ഞു. എന്നാലും ഇത് ഞങ്ങൾ എടുക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് വേറെ വാങ്ങിക്കോട്ടെ. എന്നാലും അവിടുന്ന് ഒരു 10 രൂപയ്ക്ക് അല്ല നിങ്ങൾ 10 രൂപയ്ക്ക് പറഞ്ഞതല്ലേ. ഒന്ന് വാങ്ങി. ഞാനിപ്പോ എന്തായാലും കപ്പിച്ചിനെ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഒരു 10 രൂപ കൊടുത്തിട്ട് അതൊന്നും കൊടുത്തോളി.